ഇന്ന് ഇഫ്താറിന് നല്ലൊരു അടിപൊളി പിസ്സ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ വീതം ഈസ്റ്റും പഞ്ചസാരയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ചിക്കനിലേക്ക് തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെക്കുക. ബോൺലെസ് പീസാണ് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പിസ്സ സോസ് ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ ഞാനുണ്ടല്ലോ കുപ്പിന്ന് എത്ര സോസ് എടുക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. പിസ്സ സോസ് ഉണ്ടാക്കാനുള്ള മടി കാരണം ഇൻസ്റ്റന്റ് പിസ്സ സോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പൊ അതിലേറെയും കഷ്ടപ്പാടായി. ഇതുപോലത്തെ ബോട്ടിൽ നിന്ന് കിട്ടാൻ നല്ല കഷ്ടപ്പാടാണ് അല്ലേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് എനിക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റ് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പൊ കേടൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈ കൊണ്ടല്ലോ ഡോ ഒക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് 1 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, പിസ്സക്കൊക്കെ ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് ഞാനൊരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിലേക്കാണ് കേട്ടോ ഈ ഒരു ഡോ വെച്ച് പരത്തി എടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ ഡോ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം കേട്ടോ, അതായത് പിസ്സ സോസ്. ഇനിയിപ്പോൾ പിസ്സയിലെ മെയിൻ ഐറ്റം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാനൊരു പാക്കറ്റ് ഫുള്ളും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംതിങ് ഫിഷി ഫീൽ ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ ഇതിന്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വാങ്ങുന്നതിലൊക്കെ കുറച്ചെല്ലാം ഉണ്ടാവുക. ഞാൻ ഫ്രൈ ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആവട്ടെ വിചാരിച്ചിട്ട്. അതുപോലെ വെജീസ് ഞാൻ ക്യാപ്സിക്കോം, സവാളയും പിന്നെ സ്വീറ്റ് കോണും ആണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ 10 മിനിറ്റ് ഒരു 150 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. എന്താ വെച്ചാൽ ചീസ് മെൽറ്റായാൽ കാണാനുള്ളൊരു ലുക്കൊന്നും ഇല്ലല്ലേ, നെയ്യ് ഉരുകിയ പോലെയാണ് കേട്ടോ. കാരണം ചീസ് പഴയതാണ് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി. ഷോപ്പിൽ എന്ന് കൊണ്ടുവന്നതാണോ എന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ ടിന്നൊന്ന് പിസ്സ മാറ്റാനും പറ്റുന്നില്ല കേട്ടോ. അവസാനം ഒരു വിധത്തിൽ എനിക്ക് പ്ലേറ്റിലാക്കി തന്നു. അപ്പോഴേക്കും എൻ്റെ ടെക്സ്ചറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും വീഡിയോ എടുക്കുകയാണല്ലോ, ഞാനത് കട്ട് ചെയ്തിട്ടോ. സാധാരണ നമ്മൾ പിസ്സയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുമല്ലോ, ഇത് വലിഞ്ഞു വരുന്നൊന്നുമില്ല കേട്ടോ. ഈ അവസരത്തിൽ എനിക്ക് വരുന്ന ഡയലോഗ് എന്താണെന്നറിയോ, ആശാനെ ചീസ് ചതിച്ചു എന്നാണ് കേട്ടോ. പക്ഷെ ചീസ് കൊളായെങ്കിലും ഉണ്ടല്ലോ എന്താ നല്ല ടേസ്റ്റുള്ള പിസ്സ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇക്കാനോട് പറയുന്നു ചീസ് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാവുമായിരുന്നു എന്ന്. ഇനിയിപ്പോൾ എന്താണെങ്കിലും അടുത്ത തവണ നോക്കാം.